നമസ്കാരം. CPIക്കകത്ത് നിന്ന് വൻ പ്രതിഷേധം ഉയരുകയാണ്. കേരളത്തിലെ ഭരണം താറുമാറാക്കിയ പിണറായിക്കെതിരെയും അതിന് ഒത്താശയായിട്ട് നിൽക്കുന്ന CPIക്കെതിരെയുമാണ് CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു രംഗത്ത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ LDF സർക്കാരിന് അനുകൂലമായ തരംഗം ഉണ്ടാകേണ്ടതായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുത്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ 7 മാസമായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ഇടതുപക്ഷത്തു നിന്നും UDFിൽ നിന്നും BJPയിലേക്ക് വോട്ട് മാറിയിട്ടുണ്ട് എന്നാണ് പ്രകാശ് ബാബു തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. CPM CPI മുൻകൈയെടുത്ത് തിരുവനന്തപുരം കൊല്ലം ലോക്സഭാ സീറ്റുകൾ വെച്ചുമാറുന്നത് ചർച്ച നടത്തുകയാണെങ്കിൽ 2 സാഹചര്യങ്ങളും ചർച്ച ചെയ്യും എന്നാണ് പ്രകാശ് ബാബു പറയുന്നത്. തിരുവനന്തപുരത്തേക്കാൾ CPIക്ക് വിജയസാധ്യതയുള്ള മണ്ഡലമാണ് കൊല്ലം. രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിൽ തനിക്ക് നിരാശയൊന്നുമില്ലെന്നാണ് പ്രകാശ് ബാബു പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കേരള രാഷ്ട്രീയത്തിനകത്ത് തന്നെ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ CPIയും ശക്തമായിട്ട് മുറുമുറുപ്പോടുകൂടി രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യത്ത് 400 സീറ്റ് നേടുമെന്നൊക്കെയുള്ള BJPയുടെ പ്രഖ്യാപനം തന്നെ അവർക്ക് തിരിച്ചടിയായി എന്നാണ് CPI വിലയിരുത്തുന്നത്. ഇന്ത്യയിൽ എമ്പാടുമുണ്ടായ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗം കേരളത്തിൽ ഉണ്ടായി എന്നാണ് പ്രകാശ് ബാബു പറയുന്നത്. പാർലമെന്റിൽ മോദിയെയും BJPയെയും ശക്തമായി എതിർക്കുന്നതിന് പരമാവധി കോൺഗ്രസ് MPമാർ വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു എന്നുള്ളതാണ്. അത് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് LDFന് കിട്ടി എന്നാണ് പറയുന്നത്. UDFിന്റെ കുറച്ചോട്ട് BJPക്ക് അനുകൂലമാവുകയും ചെയ്തു. തൃശ്ശൂരിൽ വൻ തോൽവിയാണ് സംഭവിച്ചത്. കേരളത്തിലെ 4 പ്രധാനപ്പെട്ട ഇടങ്ങളിലാണ് CPI മത്സരിച്ചത്. ആ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തിയതും 8ഇടത്ത് രണ്ടാമതെത്തിയതും വളരെ കരുതിയിരിക്കണം എന്നാണ് CPI നൽകുന്ന മുന്നറിയിപ്പ്. ഇതൊരു സൂചനയാണ്. കേരളം BJP പിടിച്ചടക്കും എന്നുള്ളതിൻ്റെ. അതിന് കൂട്ടുനിന്നിരിക്കുന്നത് CPM ആണ് എന്നാണ് പറയുന്നത്. BJPയുടെ നേട്ടമല്ല തൃശ്ശൂരിൽ ഉണ്ടായത്, സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ട് കൂടിയാണ് എന്നും പറഞ്ഞ് അതിനെ ന്യായീകരിക്കാനാണ് CPI ശ്രമിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് CPI തുടർച്ചയായി തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം CPM തന്നെയാണ്. കാരണം CPM തൊട്ടടുത്തുള്ള ആ CPM സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ് CPIക്ക് ഇത്തരത്തിലുള്ള നാണം കെട്ട തോൽവി ഉണ്ടാകുന്നതിൻ്റെ കാരണം. CPI മത്സരിക്കുന്ന ഇടങ്ങളിൽ CPMന് യാതൊരു താല്പര്യവും ഇല്ലെന്നുള്ളതാണ്. പാർട്ടി സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ ഏതെങ്കിലും കാര്യത്തിൽ ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യം മാറ്റിയെടുക്കുന്നതിന് അമരത്ത് തന്നെ മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് പ്രകാശ് ബാബു അഭിപ്രായപ്പെടുന്നത്.